അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ സൗദി അറേബ്യ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. സൗദി അറേബ്യയിൽ ഇപ്പോൾ ചെറിയ മോശം വലിയ മോശമൊക്കെ പ്രശ്നത്തിലാണ്. ചെറിയ മോശയിലൊക്കെ ഒരു സൗദി കണ്ടുകൊടുത്ത് ഇപ്പോൾ 2 സൗദിനെ വെച്ചിട്ടും അപ്ഡേഷൻ ആയിട്ടില്ല ഇതുവരെ. 2 മാസമായിട്ട് അപ്ഡേഷൻ ആകാത്തവരൊക്കെ ഇപ്പോഴും ഉണ്ട്. കാമുക്കാൻ കഴിയാതെ റീഎൻട്രി അടിക്കാൻ കഴിയാതെ ഒക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരു മോസസൊക്കെ കൊണ്ടു നടക്കണമെങ്കിൽ ഒരുപാട് ചിലവാണ്. സൗദിനെ വെക്കണം, പിന്നെ അതേപോലെ സക്ക കറക്റ്റ് അടക്കണം, ദരീബ 3 മാസത്തിൽ അടക്കണം, പിന്നെ ഇമാത്തിലെ ജീവിതം മുതാദ് ശമ്പളം ഇറങ്ങുന്നത് കറക്റ്റാക്കണം, എല്ലാവരും ഇക്കാം എക്സ്പയറാൻ പാടില്ല. അങ്ങനെയൊക്കെ ഫുള്ള് ക്ലിയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മോസസ് ഇനി കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. ഒരാൾ ഇക്കാം എക്സ്പയർ ആയി കഴിഞ്ഞാൽ ആ ഇക്കാമ അയാളത്തെ പുതുക്കാതെ മറ്റേ ആളെ കഫാർ എടുക്കാൻ കഴിയില്ല. ശമ്പളത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും കഫാർ എടുക്കാൻ കഴിയില്ല. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാം കംപ്ലീറ്റ് ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിയിൽ ക്ലിയർ ആക്കിയാൽ മാത്രമേ ഇവിടെ മോസസ് കൊണ്ടുനടക്കാൻ കഴിയുള്ളൂ. മാത്രമല്ല ഇപ്പോൾ ഇക്കാമ പുതുക്കുമ്പോഴൊക്കെ 2020 ഫെബ്രുവരി മുതൽ ലേവിയ കാണിക്കുന്നത്. അത് ഇനി എടുത്തു പോകുന്നുള്ളത് പറയാൻ പറ്റില്ല. ഇവിടെ മുഹറത്തിലാണ് പുതിയ നിയമം വരൽ. ചിലപ്പോൾ ആ മുഹറത്തിലൊക്കെ നിയമം ഒന്നും ഇടയില്ല. ഇപ്പോൾ പുതുക്കുമ്പോൾ 2020 ഫെബ്രുവരി മുതൽ ലേവിയ കാണിക്കുന്നത്. ഇപ്പോൾ ഇക്കാമ പുതുക്കുമ്പോൾ 9 മാസമൊക്കെ ഓരോരുത്തർ ഇക്കാമ കിട്ടുന്നത് പുതിയത്. അപ്പം 2027 മേപ്പെട്ട് ആണെങ്കിൽ ആ ലേവി ഇത്ര മാസം ചില ലേവി അടച്ചിട്ട് ഒരു കൊല്ലം കംപ്ലീറ്റ് ആക്കാനും കഴിയും. ഇവിടെ മോസസ് കൊണ്ടുനടക്കണമെങ്കിൽ ഒരുപാട് ചിലവാണ്. ഒരു സൗദിനെ വെച്ചിട്ട് ഓപ്പറേഷൻ ആയില്ല, 2 വെച്ചിട്ട് ഓപ്പറേഷൻ ആകാത്ത എപ്പോഴും ആളുകളുണ്ട് 2 മാസമായിട്ടും. അതുകൊണ്ട് വിസ ഇറക്കണേ വരെ സൗദിനെ വെക്കണം. വിസ ഇറക്കിയിട്ട് ഇത്ര സൗദിനാക്കി വെച്ച് അത് വിസ ഇറക്കണമെങ്കിലൊക്കെ സൗദി വെച്ച് അപ്ഡേഷൻ ആയാലും വിസ ഇറങ്ങുള്ളൂ. അതിനും സമയം പിടിക്കുന്നുണ്ട്. മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.